പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി NABH സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ നമുക്ക് തരുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കേഷൻ എറർ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവൻസ് സംഭവിക്കുന്ന പോസിബിൾ ഈവൻസ് സംഭവിക്കുന്നത് മാർക്ക് ചെയ്യാനായിട്ട് BSL ബെഡ് സൈഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഗ്രേപ്സിൻ്റെ സോഫ്റ്റ്വെയറിലും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഏതൊക്കെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ പലപ്പോഴും നമ്മൾ സേഫ്റ്റി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് മൊബൈലൊന്നും വലിച്ചെറിയല്ലേ എന്നോട് ദേഷ്യം വന്നിട്ട് ചായയൊക്കെ അവിടെ റെഡിയാവുന്നുണ്ട്, തൊട്ട് പുറകെ തന്നെ ചായ കുടിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ആരുടെയൊക്കെ മൊബൈലിൽ തെറിച്ച് പറന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സേഫ്റ്റിയാണ് പലപ്പോഴും അതിൽ നടക്കുന്നതെന്നേ ഉള്ളൂ. കാരണം ഒരു പേഷ്യൻ്റ് ട്രോളിയിൽ കൊണ്ടുപോകുമ്പോൾ കറക്റ്റായിട്ടൊരു സ്ലോപ്പിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടല്ലേ വീൽ ചെയറിൽ പോകുമ്പോൾ പേഷ്യൻ്റ് വീണു. പക്ഷെ ഒന്നും ഒരു കുഴപ്പം പറ്റിയില്ല, ആരും അറിഞ്ഞില്ല, സേഫ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല. അത് കണക്ക് തന്നെ റോങ് സൈറ്റിൽ റോങ് സർജറി ചെയ്തു, അല്ലെങ്കിൽ ഒരു തെറ്റായ റിപ്പോർട്ട് കണ്ടിട്ടൊരു സർജറി നടത്തി, അതിൻ്റെ ഇടയിൽ ശരിയായ റിപ്പോർട്ട് വന്നു, നമ്മൾ കണ്ടില്ല. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതെ നമ്മൾ നമ്മുടെ സേഫ്റ്റിയാണ്, നമ്മൾ വല്ല ക്വാളിറ്റിയുള്ള ഡോക്ടറാണ്, നേഴ്സാണ് എന്നൊക്കെ അല്ലെങ്കിൽ അറ്റൻഡറാണ് എന്ന് നമ്മൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെടുക, പേഷ്യൻ്റെ സേഫ്റ്റി ഉറപ്പില്ലാതാകുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ PSQ 1C ദ പ്രോഗ്രാം ഏതാ, പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം, ക്വാളിറ്റി പ്രോഗ്രാം. ദ പ്രോഗ്രാം കവേഴ്സ് ഇൻസിഡൻസ് റേഞ്ചിങ് ഫ്രം നോ ഹാം ടു സെൻറ്റിനൽ ഈവൻസ്. നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ സംഭവിച്ച നമ്മുടെ എററുകൾ മുതൽ നമ്മൾ പുറത്ത് പറയാൻ പേടിക്കുന്ന മടിക്കുന്ന എററുകൾ വരെ, അതാരെയും ശിക്ഷിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ അല്ല എന്ന് നമുക്കറിയാം. നാളെ ഇത് സംഭവിക്കാതിരിക്കണം, അതിനു വേണ്ടിയിട്ട് നമുക്ക് അത് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റണം. വളരെ ക്ലിയറായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവണം. എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഒരു മെഡിസിൻ റോങ് കോമ്പിനേഷനിൽ റോങ് ഡോസിൽ അല്ലെങ്കിൽ റോങ് റൂട്ടിൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, അല്ലെങ്കിൽ റോങ് കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ നേഴ്സ് പ്രിപ്പയർ ചെയ്തു, അത് ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുമ്പ് ഫാർമസി തിരിച്ചറിയുകയോ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് റോങ് പ്രിപ്പറേഷൻ തിരിച്ചറിഞ്ഞ ഒരു നേഴ്സ് അത് അഡ്മിനിസ്റ്റർ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അവിടെ നോ ഹാമാണ്, നമുക്കറിയാം. മെഡിക്കേഷൻ എറർ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ സംഭവിക്കുമ്പോൾ നമുക്കൊന്നും പേഷ്യൻറ്റ് സംഭവിക്കാത്തത് കൊണ്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാം. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്റ്റാഫുകൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അത് ഒരു നിയമപരമായ സാധുതയായിരിക്കണം. അതെങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ടാവണം. അത് ചെയ്ത് തന്നെ മുമ്പോട്ട് പോയാൽ ഒരു കുഴപ്പം അവർക്കില്ല. നാളെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി, പലപ്പോഴും നമ്മുടെ സ്റ്റാഫിൻ്റെ ട്രെയിനിങ് കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കാം, അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റിൻ്റെ ഇടയിലുള്ള ടൈം മാനേജിങ് മോശമായതുകൊണ്ടായിരിക്കാം, ചിലപ്പോഴെങ്കിലും അതൊരു കാഷ്വൽ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം എറർ സംഭവിക്കുന്നത്. അതെല്ലാം കണ്ടെത്തി സോൾവ് ചെയ്യണമെങ്കിൽ എവിടെയാണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയണം. ആ റൂട്ട് കോസ് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ ഒരു PSQ 1C കൃത്യമായി നമ്മുടെ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്തിരിക്കണം. ദ പ്രോഗ്രാം കവേഴ്സ് ഇൻസിഡൻസ് റേഞ്ചിങ് ഫ്രം നോ ഹാം ടു സെൻറ്റിനൽ ഈവൻസ്. നമുക്ക് ഏറ്റവും ഇടയിലുള്ള ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരു ഡെത്ത് വളരെ സീരിയസ് ആയിട്ട് ഒരാൾക്ക് പെർമനൻറ്റ് ഡാമേജ് ബോഡി പാർട്ടിലൊരു ഓർഗനിൽ സംഭവിച്ചാൽ അത് നമ്മുടെ ഇന്ന് വന്ന പിഴവാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മടിക്കും. പക്ഷേ അത് ഫ്യൂച്ചറിൽ സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. സോ അതുകൊണ്ട് നോ ഹാമിലിരുന്ന് ഏറ്റവും സിവിയറായിട്ടുള്ള പ്രോബ്ലം വരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായ ഒരു ബോധമുണ്ടാവണം, അതിന് കൃത്യമായ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം. അത് നമ്മൾ കൃത്യമായും പാലിക്കാനായിട്ട് PSQ 1C നമ്മളെ സഹായിക്കും.